എന്നെ വളർത്തിയ അമ്മയോട് ഞാൻ കടപ്പെട്ടാ പോരാനോ? പക്ഷെ കഷ്ടപ്പാട് മുഴുവൻ നിനക്കാണല്ലോ. ഇന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടായി തോന്നില്ല. പിന്നെ ഇന്ദ്രേട്ടന്റെ കൂടെ ജീവിക്കുമ്പോ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? പക്ഷേ അമ്മ നിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ചൂഷണം ചെയ്യുന്നതോടൊപ്പം നിന്നെ അമ്മ ദ്രോഹിക്കല്ലേ? അല്ലെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും മനഃപൂർവ്വം നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമോ? സോനയെ പെട്ടെന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് വിടുന്നതും പ്രതിഭയെ അവളുടെ വീട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചതൊക്കെ നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ അമ്മയുടെ ആലോചന മാത്രമല്ലേ? അവരാരും സമ്മതം മൂളിയിട്ടൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. സോനയും പ്രതിഭയും എന്നെ മറന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവരമ്മ പറയുന്ന പോലെ അനുസരിച്ചാലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയ സോനി അത് വേണ്ടെന്ന് വെക്കില്ല. പ്രതിഭയുടെ ട്രീറ്റ്മെന്റ് കാര്യം അങ്ങനെ തന്നെയായിരിക്കും. അതിന് നമ്മൾ ആരും വിലക്കുന്നില്ലല്ലോ ഇന്ദ്രേട്ടാ. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞാൻ ഇന്ദ്രേട്ടന് വേണ്ടി ഏത് പ്രതിസന്ധി നേരിടാൻ തയ്യാറാ. എന്റെ കാര്യം ഓർത്ത് ഇന്ദ്രേട്ടൻ ടെൻഷൻ ആവാതിരുന്നാൽ മാത്രം മതി. നമുക്ക് നോക്കാം അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഭൂമിയോളം താഴ്ന്നാലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ നോക്കിയാ അമ്മ എന്നെ വളർത്തിയ കണക്ക് പറയുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതിന്റെ കണക്കും എനിക്ക് പറയേണ്ടി വരും. മതി, എന്നെങ്കിലും അത് പറയേണ്ടി വരുന്നുള്ള ബോധം ഉണ്ടായിരുന്നാൽ മതി. അങ്ങനെ സംഭവിക്കുന്ന ദിവസം വരെ ഞാൻ എന്ത് സഹിച്ച് ഇന്ദ്രേട്ടന്റെ കൂടെ തന്നെ നിന്നോളാം. അതുപോലെ അനു